കുറച്ച് കൊഞ്ചിന് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെങ്ങനെയാണ് ക്ലീൻ ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ നോക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട്? അതെ, വെരി ഗുഡ്. വില്ലി, ഇതെന്തുട്ടാണത്? എന്തുട്ടാണത്? കൊഞ്ച? അതെ, എന്നിട്ട് ഇഷ്ടമാണത്? അമ്മേ, രണ്ടെണ്ണല്ലേ ഇതിന് ഇവിടെ ഇരിക്കട്ടെ, ഇവിടെ രണ്ടെണ്ണത്തിന് ഇരിക്കട്ടെ. അപ്പൊ ഒന്ന് കഴിഞ്ഞ രണ്ടെണ്ണം. നീ വെറുതെ അവനെ കൂടി പേടിപ്പിക്കില്ലേ ലൂക്കാച്ച? അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു 5-6 കൊഞ്ചിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിജിച്ചേട്ടൻ പിടിച്ചിട്ടുണ്ടെന്ന കൊഞ്ചിനാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ അമ്മച്ചി അതിനെ ഞാൻ ആദ്യമായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് കാണുന്നത്. സാധാരണ കഴിക്കാറുണ്ടെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കാറില്ല, അതിനുള്ള ക്ഷമ ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് കാണുന്നത് തന്നെ. അപ്പോൾ ഞാൻ ഇത് ക്ലീൻ ചെയ്ത് കാണാൻ തന്നെ വേറൊരു ഇതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കാലിൽ ഇത്രയും മീറ്റ്, അത്രത്തോളം മീറ്റൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കൊഞ്ച് ക്ലീൻ ചെയ്തത് കാണുന്നത്. ഇത് കണ്ടോ നിങ്ങൾ? കൊഞ്ചിൻ്റെ കാലിൻ്റെ ഉള്ളിലുള്ള മീറ്റാണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് കൊഞ്ചിൻ്റെ കാലിൽ ഇത്രത്തോളം മീറ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൊഞ്ചിൻ്റെ ആ നീലക്കാലുകൾക്കുള്ളിൽ ഒരു വയലറ്റ് കളറൊക്കെ ആയിട്ടുണ്ട് അതിൻ്റെ മീറ്റും ഉള്ളത്. സാധാരണ ചെമ്മീൻ, മറ്റേ ടൈഗർ പ്രോൺസിൻ്റെ ഒക്കെ വിഭാഗത്തിൽ തന്നെയാണ് പെടുന്നതെങ്കിലും ഇത് കുറച്ചുകൂടി പാടാണ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. കൊഞ്ചിൻ്റെ ഷെല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡായതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ കാലിലുള്ള മീറ്റ് എടുക്കാനും കുറച്ച് ടഫാണ്. പക്ഷേ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലാണ്. കൊഞ്ചിനെ കാണാനായിട്ട് നീല കളറൊക്കെ ആണെങ്കിൽ കൊഞ്ചിൻ്റെ മീറ്റ് എന്ന് പറഞ്ഞാൽ തൂവെള്ളയുണ്ട്. പക്ഷേ അതിൻ്റെ കാലിൻ്റെ ഉള്ളിലെ മീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വയലറ്റ് പോലത്തെ കളറും കണ്ട. ഇതാണ് കാലിലെ മീറ്റ്. അപ്പോൾ നമ്മൾ കൊഞ്ച് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ആദ്യമായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലെ കുടലെടുത്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെടുകെ ഓരോ കൊഞ്ചെടുത്തിട്ട് നെടുകെ കീറി നോക്കുന്നുണ്ട്. അപ്പോൾ ചിലതിന് കുറവായിരിക്കും, ചിലതിന് ഉണ്ടായിരുന്നില്ല, മറ്റേ കുടലുണ്ടായിരുന്നില്ല. കുടലുള്ളതിൻ്റെയൊക്കെ എടുത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. കുടലെടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും പല ഒരു അലർജി പോലെയുള്ള സംഭവങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ വയറുവേദന എടുക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വലിയ ചെമ്മീൻ അല്ലെങ്കിൽ ഈ കൊഞ്ച് ടൈഗർ പ്രോൺസൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ കുടലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടി കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സിനിമയിലും അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കണ്ടത് എന്ന് വെച്ചാൽ കൊഞ്ച് ഒരു അപ്പാടെ അങ്ങനെ കുക്ക് ചെയ്യുന്ന രീതിയാണ്. പക്ഷേ നമ്മൾ വീട്ടിലായതുകൊണ്ട് നമ്മൾ കൊഞ്ച് പല കഷ്ണങ്ങളാക്കി ചെറുതാക്കി മുറിച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ അത് നോർമൽ കുക്കിംഗ് ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആ കട്ട് ചെയ്തെടുത്ത കൊഞ്ചിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേപ്പിലയും ഇട്ടിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് കുറച്ച് മിക്സ് ചെയ്തിട്ട് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. പുറമേക്ക് കൊഞ്ച് അല്ലെങ്കിൽ പ്രോൺസ് പോലുള്ള വിഭവങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അധികം വേവിക്കാറില്ല. ആ ഒരു റബ്ബറി ഫീലോട് കൂടിയാണ് അവിടുത്തെ ആൾക്കാരൊക്കെ കഴിക്കാറുള്ളത്. പക്ഷെ നമുക്കത് പറ്റില്ല, നമ്മുടെ വീട്ടിലത് പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളം വറ്റുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും മാത്രം ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയാണ് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാൻ പോകുന്നത്. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നമ്മുടെ പാനിലോട്ട്, കുറച്ച് വെളിച്ചെണ്ണ. പിന്നെ ഈ കാണുന്ന പോലെ സവാള, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, പിന്നെ മുളക്, അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ അരിഞ്ഞ് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മൂപ്പിച്ചെടുക്കണേന്. പിന്നെ കുറച്ച് മുളക് പൊടിയും കുത്തിച്ചതച്ച മുളകും പിന്നെ നമ്മുടെ പെപ്പറും ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പിൻ്റെ ഒന്നും അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇടാം.
ഓക്കെ കറി റെഡി. എങ്ങനെയുണ്ട് വില്ലി? ഇഷ്ടായ? എങ്ങനെയുണ്ട് ലൂക്കാച്ച? ഇഷ്ടായ? എങ്ങനെയുണ്ട്? മധുരമാണോ അല്ലെങ്കിൽ എരിവുണ്ടാ? എന്ത് മധുരമില്ലേ? മധുരമുണ്ടാ? എങ്ങനെയുണ്ട്? അതെ, വെരി ഗുഡ്. വില്ലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായല്ലേ? എന്തായാലും നമ്മുടെ വില്ലിക്ക് നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ട്. ഇത് കണ്ട പറക്കി അടിക്കുകയാണ് വെച്ചാൽ. അപ്പം ഞാൻ എങ്ങനെയാണ് കഴിച്ചതെന്ന് വെച്ചാൽ കുറച്ച് ചോറ് എടുത്തിട്ട് മോരുചാറുണ്ടായിരുന്നു, മോരുചാറ് ചോറിലോട്ട് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കൊഞ്ചിൻ്റെ കറി എന്ന് വെച്ചാൽ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കൂടുതൽ കറി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചോറ് എടുത്തത്. അപ്പോൾ ഇതേ കുറച്ച് കൂടുതലായിട്ട് കൊഞ്ചെടുക്കുന്നുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ ഈ ചെമ്മീൻ പോലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ കൊഞ്ചെടുത്തിട്ടുണ്ട്. നല്ല ഞാൻ ഇതിനു മുൻപ് കഴിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചധികം നാൾക്ക് ശേഷമുണ്ട് ഇപ്പോൾ കൊഞ്ച് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊഞ്ച് റോസ്റ്റ് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് നോക്കിയാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ കൊഞ്ചിൻ്റെ സീസൺ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കൊഞ്ചെടുത്ത് കറി വയ്ക്കുക ഈ റോസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം നമുക്ക് എപ്പോൾ എല്ലാ സീസണിലും കൊഞ്ച് കിട്ടില്ല. നമുക്ക് ഈ ഒരു ടൈമിൽ മഴ കൂട്ടിപ്പിടിക്കുന്ന ഈ ഒരു സമയത്ത് മാത്രമേ നമുക്ക് കൊഞ്ച് അവൈലബിൾ ആയിട്ട് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റൊക്കെ ഓണായിട്ട് ഇപ്പോൾ കയറ്റുമതി നല്ലപോലെ നടക്കുന്നുണ്ട് കൊഞ്ചിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ എന്തായാലും ഉണ്ടാവും, അതൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. അപ്പോൾ ഇതുവരെയും നമ്മുടെ വീഡിയോസ് കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയണ്ട. അപ്പോൾ കൊഞ്ചോ ചെമ്മീനോ അല്ലെങ്കിൽ കരിമീനോ നെയ്മീനോ എന്ത് വേണമെങ്കിലും ഞാനിവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യാട്ടോ നമ്മളെ. അപ്പോൾ എന്തെങ്കിലും വലിയ ഓർഡർ ആയാലും ചെറിയ ഓർഡർ ആയാലും നമ്മളെല്ലാം ഏറ്റെടുക്കുന്നതായിരിക്കും. കൊടുങ്ങല്ലൂർ ഭാഗത്ത് മാത്രമുണ്ട് നമുക്ക് ഡെലിവറി ഉള്ളത്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ളവർക്കൊക്കെ നമുക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ നമ്മുടെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയണ്ട. നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.